വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനത്തിൽ സർക്കാരിന് വൈകിയാണ് വിവേകം വന്നത് എന്ന് വഖഫ് ബോർഡ് ചെയർമാൻ കെ സംസ റിപ്പോർട്ടറിനോട്. വലിയ നാടകങ്ങളാണ് അരങ്ങേറിയത്. നിലവിലെ ബോർഡിനെ നീക്കി അധികാരം പിടിക്കാൻ ലക്ഷ്യമിട്ടവരുടെ താൽപര്യങ്ങളാണ് മുൻപ് പ്രകടമായത്. കഴിഞ്ഞ സർക്കാർ വിവേകത്തോടെ പ്രവർത്തിച്ചുവെന്നും കെ സംസ പറഞ്ഞു. ഗവൺമെന്റിനെ എല്ലാ രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളും മാറ്റിവെച്ച് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സർക്കാർ ഈ നിലപാടെടുത്തത് അഭികാമ്യമാണ്. ഇത് വൈകി വന്ന ബുദ്ധിയാണ് സർക്കാരിൻ്റെ. കുറച്ച് മുമ്പേ വരണമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ആദ്യം മനസ്സിലാക്കാൻ കഴിയില്ല. ആ ബുദ്ധിപൂർവമായൊരു തീരുമാനമാണ് പോയ ഗവൺമെൻറ് കാര്യത്തിൽ സ്വീകരിച്ചത്. അതിപ്പോൾ ഈ ഗവൺമെൻറ്റിനും ആ തിരിച്ചറിവ് വന്നു, കുറച്ച് താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബോർഡ് മാറണം. ബോർഡിന് മാറ്റിയിട്ട് ഇവിടെ കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ഭൈമി കാമുകന്മാരുടെ നടുവിലാണ് മന്ത്രിയും സർക്കാരൊക്കെ ഉള്ളത്. ഇങ്ങനെ അദ്ദേഹത്തിന് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, കുറച്ച് അകലം നിർത്തിയാൽ അദ്ദേഹം രക്ഷപ്പെടും. സജോ ദേവസ്വം വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, ഈ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ അംഗീകരിക്കുകയാണ് കെ സംസ. പക്ഷേ സെക്ഷൻ 14മായി ബന്ധപ്പെട്ട് സെക്ഷൻ 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ ഈ പരാതിക്കാർക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞൊരു രേഖ അവിടെ കിടക്കുന്നുണ്ടല്ലോ. മാധു, അതിനെക്കുറിച്ച് അതായത് കെ സംസ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിച്ചത് ചില ആളുകൾ, അതായത് വഖഫ് ബോർഡിനെ എങ്ങനെയെങ്കിലും പുനഃസംഘടിപ്പിക്കണം, അങ്ങനെ ഒരു നിയമപ്രശ്നത്തിലേക്ക് തള്ളിയിടണം, അങ്ങനെ അവിടെ കയറിയിരിക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിന് മറുപടിയായി നിയമപോരാട്ടം നടത്തേണ്ടി വന്നു എന്നാണ്. അതായത് രാജ്യത്ത് നിലവിലുള്ള നിയമത്തെ മറികടന്നുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു വാദം കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ സാധ്യത ഉപയോഗിച്ച് നിലവിലെ ബോർഡിലുള്ള ആളുകളെ പുറത്താക്കി പുനഃസംഘടിപ്പിച്ച് അവിടെ പുതിയ ആളുകളെ നിയോഗിക്കാനുള്ള ശ്രമം ആദ്യം തുടങ്ങി വെച്ചത് ഒരു ലീഗ് നേതാവാണ് എന്നതാണ് കെ സംസ ആരോപിക്കുന്നത്. അതിന്റെ തുടർന്നുള്ള ഭാഗത്ത് ഈ കാര്യം നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ലീഗ് നേതാവാണ് ഇത്തരം ഒരു ഹർജിക്ക് തുടക്കം കുറിച്ചത്. അതിനുശേഷം ഒരു കൂട്ടം ഹർജികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതികളിലെത്തി. അപ്പോൾ ആ ഘട്ടത്തിൽ ആ കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ തരവില്ലായിരുന്നു എന്നാണ്. അപ്പോഴും കഴിഞ്ഞ സർക്കാർ ഈ അമുസ്ലിം അംഗങ്ങൾ, അതായത് സെക്ഷൻ 14 പ്രകാരമുള്ള അമുസ്ലിം അംഗങ്ങളെ നിയമിച്ചിരുന്നില്ല. ആ കാര്യത്തിൽ ഒരു ബുദ്ധിപൂർവകമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് തുടരാമായിരുന്നു. അതായത് ഇതിലെ അപകടം, പുനഃസംഘടന എന്ന വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിലെ അപകടം മനസ്സിലാക്കി അത് തുടരാമായിരുന്നു പുതിയ സർക്കാരിന്. പക്ഷെ അതിനു പകരം ഒരു നിയമപ്രശ്നം സൃഷ്ടിച്ചാൽ സമ്പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാം എന്നൊരു ബുദ്ധി ചില ആളുകൾ ഉപദേശിച്ചു കൊടുത്തു. അതിന്റെ ഭാഗമായി സർക്കാരിന് സെക്ഷൻ 14 പ്രകാരവും നിയമനം നടത്താം എന്ന വാദം മുന്നോട്ട് വെക്കേണ്ടി വന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അത് സ്വാഗതാർഹമാണ്. അങ്ങനെ വരുമ്പോൾ, അതായത് ഇനിയും ഇതിൽ നിയമപോരാട്ടത്തിന് മറ്റ് സാധ്യതകൾ കിടക്കുന്നുണ്ട്. അതായത് ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതിയിൽ തന്നെ വന്നതാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടക്കുന്നുണ്ട്. അതിന് അന്തിമ തീരുമാനത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ, തിരക്കില്ല എന്ന മട്ടിൽ നിലപാടെടുത്തു. അതിനെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം ആസൂത്രിതമായി ചില ആളുകൾ സർക്കാരിനെ കൊണ്ട് ഇങ്ങനെ ഉള്ള നീക്കം നടത്തിക്കാൻ ചില പ്ലാൻ ഇട്ടു. അതിന്റെ ഭാഗമായാണ് എന്ന് വെച്ചാൽ കെ സംസ അടക്കമുള്ള ആളുകളെ പുറത്താക്കി ഈ സാധ്യതയെല്ലാം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ്. അതായത് നിലവിലെ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് വന്നാൽ അത് സമ്പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കുക എന്നൊരു സാധ്യത തെളിയും. അതിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതിന് മറുപടി പറയുകയും നിയമപോരാട്ടം നടത്തുകയുമാണ് ചെയ്തത് എന്ന മറുപടിയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഏത് വിധേനയും ഈ പുതിയ വഖഫ് നിയമത്തിലെ സാധ്യതയടക്കം ഉപയോഗിച്ച് ഏത് വിധേനയും ബോർഡിനെ പുറത്താക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയല്ല വേണ്ടത്. കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്. എന്ന് വെച്ചാൽ വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ആളുകളൊക്കെ വിവിധ പദവികളിൽ ഇരിക്കില്ലേ, അവരെ തുടരാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് എന്ന മട്ടിലൊരു ന്യായമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വിശദീകരണം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായതുകൊണ്ടാണ് കോടതിയിൽ യൂട്ടേൺ അടിച്ചത് തുടങ്ങിയ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. ഇതേ ആളുകൾ തന്നെ ഇതിൽ എതിർപ്പില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അത് പക്ഷേ അതിന് നേരിട്ട് അദ്ദേഹം മറുപടി പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചിട്ടത് പുനഃസംഘടിപ്പിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകളുടെ നിയമപോരാട്ടമാണ് എന്ന ഒരു പരോക്ഷ മറുപടിയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ ഈ പറയുന്ന നിലപാടുകളൊക്കെ എല്ലാവരും എടുക്കേണ്ടി വന്നത്. പക്ഷേ സർക്കാരിനുണ്ടായ ബോധോദയത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇനി എന്നാണ് അദ്ദേഹത്തിന് അത്തരം ചിന്തകൾ ഉണ്ടാവുക എന്നത് കാണേണ്ടതും.